നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ആവറേജ് ലെസൺ ആണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അതിലൊരു കണക്ക്, ഏഴാമത്തെ കണക്ക്, പേജ് നമ്പർ 25 ഏഴാമത്തെ കണക്ക് ഹോംവർക്ക് തന്നിരുന്നു. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും വിചാരിക്കുന്നു അല്ലേ? ഇനി എട്ടാമത്തെ കണക്ക് നമ്മൾ ചെറുതായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് ഡിസ്കസ് ചെയ്തു, പക്ഷെ എല്ലാവരും മറന്നിട്ടുണ്ടാവും. അപ്പൊ ഒന്നും കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലെ? എട്ടാമത്തെ കണക്ക് പേജ് നമ്പർ 25 എടുത്തു. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ 25 എടുക്കുക കേട്ടോ. അപ്പൊ എങ്ങനെ ആവറേജ് ലെസൺ ഒക്കെ അന്നന്ന് എടുക്കുന്നതൊക്കെ എഴുതി പഠിക്കുന്നില്ലേ? ഉടനെ പഠിക്കുക, ഒരു പ്രാവശ്യം എഴുതി പഠിക്കേണ്ടതെന്ന് വിചാരിക്കണം. അന്നന്ന് എടുക്കുന്നതും നമ്മൾ നന്നായിട്ട് പഠിച്ചു പോകണം, എന്നാലേ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് മറന്നു പോകും. മാത്സ് എന്ന് പറയുന്നത് നമുക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റണതല്ലോ, മനസ്സിലാക്കി പഠിക്കാനേ പറ്റുള്ളൂ. ഓക്കെ, എയ്ത്ത് ക്വസ്റ്റ്യൻ എന്താ? 3 groups of 10 kids. 3 ഗ്രൂപ്പുകളുണ്ട്. 10 പേരടങ്ങുന്ന 3 ഗ്രൂപ്പുകളായിട്ട് കുട്ടികളെ തിരിച്ചിരിക്കുന്നു. The average weight of a kid in each group is 35. ഓരോ ഗ്രൂപ്പിലുമുള്ള ഓരോരുത്തരുടെയും ആവറേജ് വെയിറ്റ്, ശരാശരി ഭാരം 35 കിലോഗ്രാം ആണ്. അങ്ങനെ എത്ര കുട്ടികളുണ്ട് ഒരു ഗ്രൂപ്പില്? 10 കുട്ടികളാണുള്ളത്. 10 കുട്ടികൾ അടങ്ങുന്ന 3 ഗ്രൂപ്പ് ആക്കിയിട്ടാണ് കുട്ടികളെ തിരിച്ചിരിക്കുന്നത്. അതിലെ ഓരോ ഗ്രൂപ്പിലെയും ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 35 കിലോഗ്രാം. One more kid joined each group. ഓരോ ഗ്രൂപ്പിലും ഓരോ കുട്ടി വീതം ജോയിൻ ചെയ്തു. ഒരു പുതിയ കുട്ടി ജോയിൻ ചെയ്തു ഓരോ ഗ്രൂപ്പിലും. അപ്പൊ 3 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ പുതിയ കുട്ടി ജോയിൻ ചെയ്തപ്പോൾ ഓരോ ഗ്രൂപ്പിലുമുള്ള കുട്ടികളുടെ എണ്ണം എത്രയായി മാറി? 11 വീതമായി. ആദ്യം 10 പേരായിരുന്നു. പുതിയ കുട്ടിയും കൂടി ജോയിൻ ചെയ്തപ്പോൾ 3 ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഓരോ ഗ്രൂപ്പിലും പുതിയ കുട്ടി വീതം, അങ്ങനെ 3 കുട്ടികൾ ഓരോ ഗ്രൂപ്പിലായിട്ട് ജോയിൻ ചെയ്തപ്പോ ഓരോ ഗ്രൂപ്പിലുമുള്ള കുട്ടികളുടെ എണ്ണം 11 ആയി മാറി. ഇനി ABC എന്ന് പറഞ്ഞിട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്താ ക്വസ്റ്റ്യൻ? എന്താ? The average weight of a kid in the first group is still 35 kilogram. പുതിയ കുട്ടി ജോയിൻ ചെയ്തെങ്കിലും ആ ഗ്രൂപ്പിൽ പുതിയ കുട്ടി ജോയിൻ ചെയ്തപ്പോൾ കുട്ടികളുടെ എണ്ണം 11 ആയി മാറും അല്ലേ? 11 കുട്ടികളാണെങ്കിൽ കൂടി അവിടുത്തെ ആവറേജ് വെയിറ്റ് എത്ര തന്നെയുള്ളൂ? 35 കിലോഗ്രാം തന്നെ ഉള്ളൂ. സെക്കൻഡ് ബി എന്താ? The average weight of a kid in the second group is now 36 kilogram. ഒരു കുട്ടി പുതിയതായിട്ട് സെക്കൻഡ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്തു. അപ്പോൾ അവിടെ കുട്ടികളുടെ എണ്ണവും 11 ആയി മാറി. പക്ഷേ 10 കുട്ടികളായിരുന്നപ്പോൾ 35 കിലോഗ്രാം ആയിരുന്നു ആവറേജ് എങ്കിൽ ഈ പുതിയ കുട്ടി ജോയിൻ ചെയ്തതിന് ശേഷം 11 കുട്ടികളുടെ ആവറേജ് എന്ന് പറയുന്നത്, ആ ഗ്രൂപ്പിന്റെ ആവറേജ് എന്ന് പറയുന്നത് 36 ആയി മാറി. 1 കൂടി. തേർഡ് സി ക്വസ്റ്റ്യൻ എന്താ? The average weight of a kid in the third group is now 34. 10 കുട്ടികളായിരുന്നപ്പോൾ 35 ആയിരുന്നു ആ ഗ്രൂപ്പില്. ഓരോ ഗ്രൂപ്പിലും 35 ആയിരുന്നു. ഓരോ കുട്ടികളെ ജോയിൻ ചെയ്ത് വന്നപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പിൽ 35 തന്നെയുള്ളൂ, കൂടുതലും കുറവില്ല. രണ്ടാമത്തെ ഗ്രൂപ്പില് 36 ആയി മാറി, 1 കൂടി. എന്നാൽ മൂന്നാമത്തെ ഗ്രൂപ്പിലോ പുതിയ കുട്ടി ജോയിൻ ചെയ്തപ്പോൾ ആവറേജ് വെയിറ്റ് 1 കുറഞ്ഞു. എത്രയായി മാറി? 34 കിലോഗ്രാം ആയി മാറി. എന്താ ചോദ്യം ചോദിച്ചേക്കണേ? കമ്പ്യൂട്ട് ദ വെയിറ്റ് ഓഫ് ദ ന്യൂ കിഡ് ഇൻ ഈച്ച് ഗ്രൂപ്പ്. ഓരോ ഗ്രൂപ്പിലും ജോയിൻ ചെയ്ത പുതിയ കുട്ടിയുടെ ഭാരം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ ABC എന്നുള്ള ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഓരോ ഗ്രൂപ്പിലുമുള്ള കുട്ടികളുടെ ടോട്ടൽ വെയിറ്റ് എത്രയാന്നുള്ളത് കാണണം. അതായത് നമുക്ക് എന്താ തന്നിരിക്കണേ? ഓരോ ഗ്രൂപ്പിലും 10 കുട്ടികൾ വീതമുണ്ട്. അവരുടെ ആവറേജ് വെയിറ്റ് 3 ഗ്രൂപ്പിലായാലും 35 ആണ്. അപ്പോ ഓരോ ഗ്രൂപ്പിലുമുള്ള ആകെ കുട്ടികളുടെ വെയിറ്റ് ആണ് ആദ്യം കണ്ടെത്തേണ്ടത് അല്ലെ? സമ്മം, ആകെ തുക എത്രയാണോ കണ്ടെത്തേണ്ടത്. അതായത് നമ്മുടെ ഫോർമുലയിലെ സം ഓഫ് നമ്പേഴ്സ് അഥവാ ആകെ തുകയല്ലേ കണ്ടെത്തേണ്ടത്. അതെങ്ങനെയാ കണ്ടെത്തുക? ഫോർമുല എന്താണ്? ആവറേജ് ഇൻറ്റു ടോട്ടൽ നമ്പർ. അപ്പൊ ഇവിടെ ആവറേജ് ഓൾറെഡി ഉണ്ട്. എത്രയാ? 35 എന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനില്. അതുപോലെ ടോട്ടലോ? പുതിയ കുട്ടി ജോയിൻ ചെയ്ത് നോക്കുക വേണ്ട, പഴയത് എത്രയാണ്? 10. അപ്പൊ 10 കുട്ടികളുടെയും ആകെ വെയിറ്റ് എത്രയാ?
10 ഇൻറ്റു 35. ടീച്ചർ ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടുണ്ട് നോക്കൂ. ഓരോ ഗ്രൂപ്പിലും ഉള്ള കുട്ടികളുടെ എണ്ണം 10 ആണ്. നിങ്ങൾ എഴുതിയിരിക്കണ്ട, മനസ്സിലാക്കിയാൽ മതി. ആവറേജ് വെയിറ്റ് എത്രയാ വരണേ? എച്ചില്ല ഇവിടെ. ആവറേജ് വെയിറ്റ് is equal to 35 കിലോഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ 10 കുട്ടികളുടെയും ആകെ വെയിറ്റ് എത്രയാണ്? ആദ്യം ഞാൻ കണ്ടെത്തി ABC എന്നുള്ള ക്വസ്റ്റ്യൻ എഴുതണതിന് മുമ്പ് തന്നെ 10 കുട്ടികളുടെ ആകെ വെയിറ്റ് ഞാൻ കണ്ടെത്തി. ഇനി ആവറേജ് ഇൻറ്റു ടോട്ടൽ നമ്പർ 35 ഇൻറ്റു 10 is equal to 350 കിലോഗ്രാം ആണ്. പുതിയ കുട്ടി വരണതിന് മുമ്പുള്ള ഓരോ ഗ്രൂപ്പിലെയും കുട്ടികളുടെ 10 കുട്ടികളുടെ ആകെ ഭാരം നമുക്ക് 350 കിലോഗ്രാം എന്ന് കിട്ടി. ഇനി ABC എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ തുടങ്ങാനാ. ക്വസ്റ്റ്യൻ തുടങ്ങി. ഒരു കുട്ടി പുതിയതായിട്ട് ജോയിൻ ചെയ്തപ്പോ കുട്ടികളുടെ എണ്ണം എത്രയായി മാറി? 11 മാറി. അവരുടെ ആവറേജ്, ആ 11 കുട്ടികളുടെയും ആവറേജ് വെയിറ്റ് എത്രയാണെന്ന് തന്നിരിക്കുന്നു ക്വസ്റ്റ്യനില്? 35 തന്നെയാണ്. കൂടുതലോ കുറവോ ഇല്ല. പക്ഷെ എന്ത് വ്യത്യാസം വന്നു? കുട്ടികളുടെ എണ്ണം വ്യത്യാസം വന്നു ഇല്ലേ? 11 കുട്ടികളായി മാറി. 10 കുട്ടികൾ ഉണ്ടായിരുന്ന ഗ്രൂപ്പില് ഒരു കുട്ടി കൂടി ജോയിൻ ചെയ്തപ്പോൾ എണ്ണം 11 മാറി. പക്ഷെ ആവറേജ് വ്യത്യാസമൊന്നും വന്നില്ല. എത്ര തന്നെയുള്ളൂ? 35 ആണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ 11 കുട്ടികളുടെയും ആകെ വെയിറ്റ് കണ്ടെത്തിക്കൂടെ? നമുക്ക് കുട്ടികളുടെ എണ്ണം 11 ആണെന്ന് അറിയാം. അവരുടെ ആവറേജ് എന്ന് പറയുന്നത് 35 എന്നാണെന്നും അറിയാം. അതിൽ നിന്ന് 11 കുട്ടികളുടെ ആകെ വെയിറ്റ് ഞാൻ കണ്ടെത്തി. മുമ്പ് ചെയ്ത അതേപോലെ തന്നെ. എന്ത് വ്യത്യാസം? ഒന്നേ ഉള്ളൂ. ഇവിടെ 10 ആയിരുന്നു. പക്ഷെ ഇവിടെ പുതിയ കുട്ടി ജോയിൻ ചെയ്തപ്പോ നമ്മൾ എണ്ണം എടുക്കേണ്ടത് എത്രയാണ്? 11. അപ്പൊ ഒരേ ഫോർമുല ആണെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് എഴുതണ്ടെന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ ഒരേ പ്രോബ്ലത്തിൽ തന്നെ ആയതുകൊണ്ട് റിപ്പീറ്റ് ചെയ്തില്ല. 35 ഇൻറ്റു 11 ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 385 കിലോഗ്രാം എന്ന് കിട്ടി. ആദ്യത്തെ ഫസ്റ്റ് ഗ്രൂപ്പിലെയാണ് കേട്ടോ നമുക്ക് കിട്ടണത്. ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്. അപ്പൊ 11 കുട്ടികളുടെ ആകെ വെയിറ്റ് 385 ആണ്. 10 കുട്ടികളുടെ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു എത്ര? 350 ആണ്. അപ്പൊ 11ാമത് വന്ന കുട്ടിയുടെ വെയിറ്റ് കണ്ടെത്തിക്കൂടെ? 11 പേരുടെ വെയിറ്റിൽ നിന്ന് 10 പേരുടെ വെയിറ്റ് കുറച്ചു. കണ്ടോ? പുതിയതായിട്ട് വന്ന കുട്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 11 പേരുടെ ആകെ വെയിറ്റിൽ നിന്ന്, തൂക്കത്തിൽ നിന്ന് 10 പേര് ഉണ്ടായിരുന്ന ആ തൂക്കം കുറച്ചപ്പോ എനിക്ക് പുതിയതായി വന്ന കുട്ടിയുടെ വെയിറ്റ് എത്ര കിട്ടി? ഫസ്റ്റ് ഗ്രൂപ്പില് പുതിയതായി വന്ന കുട്ടിയുടെ വെയിറ്റ് 35 കിലോഗ്രാം എന്ന് കിട്ടി. അതേപോലെ തന്നെ നമുക്ക് ബി ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. എങ്ങനെയാ? ടീച്ചർ ഇതൊന്നും ആക്കിണ്ടേ. ഇത് നമുക്ക് ആവശ്യമുണ്ട് അല്ലേ? നമുക്ക് കുറയ്ക്കാനായിട്ട് എപ്പോഴും ആവശ്യമുള്ളതാണ്. ഇനി എന്താണ് നമുക്ക് വേണ്ടത്? ബി ക്വസ്റ്റ്യനിലും ഇതേപോലെ തന്നെ പുതിയ കുട്ടി ജോയിൻ ചെയ്തപ്പോഴുള്ള ആവറേജ് എത്രന്ന് തന്നിട്ടുണ്ട്? 36 കിലോഗ്രാം. കുട്ടികളുടെ എണ്ണം എത്ര തന്നെയാണ്? എത്രയാ കുട്ടികളുടെ എണ്ണം? 11 ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ കുട്ടികളുടെ എണ്ണം 11 തന്നെയാണ്. ഇനി നമുക്ക് ആവറേജ് വെയിറ്റ് കാണാം. ടോട്ടൽ വെയിറ്റ് കാണാനായിട്ട് എന്താ ചെയ്യേണ്ടത്? 31 ഇൻറ്റു 12 അല്ല 11 തന്നെയല്ലേ വരിക? 36 ഇൻറ്റു 11. 36 ഇൻറ്റു 11 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി? നമ്മൾ 36 ആണെന്ന് തന്നിരുന്നു. സെക്കൻഡ് ഗ്രൂപ്പില് പുതിയ കുട്ടി ജോയിൻ ചെയ്തതിന് ശേഷമുള്ള ആവറേജ് വെയിറ്റ് 36 ആണ്. കുട്ടികളുടെ എണ്ണം റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി 10 ആയിരുന്നു. ഒരു കുട്ടി ജോയിൻ ചെയ്തപ്പോൾ 11 എന്നായി. അപ്പൊ അങ്ങനെയാ വരിക. എത്ര വന്നു? 396 എന്നാണ് എനിക്ക് കിട്ടിയത്. മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് എത്ര കിട്ടി? 396 kg എന്നാണ് കിട്ടുന്നത്. ഓക്കെ. അപ്പൊ 396 kg ആണ് 11 കുട്ടികളുടെയും ആകെ വെയിറ്റ്. അപ്പൊ വെയിറ്റ് ഓഫ് ന്യൂ കിഡ് എങ്ങനെയാ കിട്ടുക? ഇതേപോലെ തന്നെ എഴുതിക്കൂടെ? വെയിറ്റ് ഓഫ് ന്യൂ കിഡ് എങ്ങനെയാ വരിക? 11 പേരുടെ ആകെ വെയിറ്റിൽ നിന്ന് 10 പേരുടെ വെയിറ്റ് കുറച്ചാ പോലെ. 10 പേരുടെ വെയിറ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടെത്തിയിട്ട് എത്രയാ? 350 എന്ന് കണ്ടെത്തിയിട്ട് അപ്പൊ എത്ര കിട്ടി? 46 kg എന്ന് കിട്ടി. അപ്പൊ സെക്കൻഡ് ഗ്രൂപ്പില് ജോയിൻ ചെയ്ത 350 എന്നുള്ളത് ഓർമ്മിച്ചു വെക്കണം. നമുക്ക് അറിയേണ്ടതാണ് കേട്ടോ ഈ 350 എന്നുള്ളത്. കാരണം 10 പേരുടെ വെയിറ്റ് 350 എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ആ 396 ആണ് രണ്ടാമത്തെ ഗ്രൂപ്പിലെ 11 പേരുടെ ആകെ വെയിറ്റ്. 10 പേരുടെ ഓൾറെഡി എത്രയായിരുന്നു നമ്മൾ ആദ്യം കണ്ടെത്തിയ 350. അപ്പൊ സബ്ട്രാക്ട് ചെയ്തപ്പോ 46 kg എന്ന് കിട്ടും. ഇനി സി ക്വസ്റ്റ്യൻ എന്താ?
മൂന്നാമത്തെ ഗ്രൂപ്പിലും ആവറേജ് എത്ര വന്നു? നമ്മുടെ മൂന്നാമത്തെ ഗ്രൂപ്പിന്റെ ആവറേജ് എത്ര വന്നു? 34 കിലോഗ്രാം തന്നേക്കണമെങ്കിൽ ഒരെണ്ണം കുറഞ്ഞിരിക്കുക അല്ലെ. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്ര തന്നെയാണ്? 11 തന്നെയാണ്. അപ്പൊ അതിൽ നിന്ന് ടോട്ടൽ വെയിറ്റ് എങ്ങനെയാ കണ്ടെത്തുക? ടോട്ടൽ വെയിറ്റ് 34 × 11 നമ്മൾ ഇവിടെയൊക്കെ ചെയ്ത പോലെ തന്നെ. അപ്പൊ എത്രയാ വരിക? 34 × 11 മൾട്ടിപ്ലൈ ചെയ്യുമ്പോ 374 അല്ലെ. 374 kg എന്നാണ് വരുന്നത്. 374 ആണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരിക കേട്ടോ. അപ്പൊ എന്ത് വന്നു? 374 kg എന്ന് കിട്ടി. അപ്പൊ വെയിറ്റ് ഓഫ് ന്യൂ കിഡ് എങ്ങനെയാ വരിക? ടോട്ടല് കണ്ടെത്തി കഴിഞ്ഞാൽ വെയിറ്റ് ഓഫ് ന്യൂ കിഡ് എയും ബിയും ചെയ്ത അതേപോലെ തന്നെ 11 പേരുടെ വെയിറ്റിൽ നിന്ന് 374 നിന്ന് 10 പേരുടെ വെയിറ്റ് കുറച്ചു. അപ്പൊ എത്ര കിട്ടി? 24 kg. ഇങ്ങനെയാണ് നമ്മള് ഒരെണ്ണാണ്, അതായത് ആദ്യം 10 കുട്ടികളുടെ 3 ഗ്രൂപ്പിലേക്ക് പെടുന്ന 10 കുട്ടികളുടെ ആകെ വെയിറ്റ് കണ്ടെത്തി. 35 × 10 എന്ന് ചെയ്ത് 350 എന്ന് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഓരോ ഗ്രൂപ്പിലെയും ABC എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് വേണ്ടത് കേട്ടോ. അപ്പൊ 10 പേരുടെ ആകെ കണ്ടെത്തി. പിന്നെ പുതിയ കുട്ടി ജോയിൻ ചെയ്തപ്പോ ഫസ്റ്റ് ഗ്രൂപ്പിൽ 11 ആയിരുന്നു. അവരുടെ ആവറേജ് വെയിറ്റ് 35 എന്ന് തന്നെയാണ് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ആ 11 കുട്ടികളുടെയും ആകെ വെയിറ്റ് കണ്ടെത്തി. 35 × 11 ഉപയോഗിച്ച് ആകെ വെയിറ്റ് കണ്ടെത്തി. എന്നിട്ട് ആ ഗ്രൂപ്പിൽ പുതിയത് വന്ന കുട്ടിയുടെ വെയിറ്റ് എങ്ങനെയാ കണ്ടെത്തുക? അതായത് 11 പേരുടെ വെയിറ്റിൽ നിന്ന് 10 പേരുടെ വെയിറ്റ് കുറച്ചു. അപ്പോഴാണ് നമുക്ക് പുതിയതായി 11ാമതായി ആ ഗ്രൂപ്പിൽ വന്ന കുട്ടിയുടെ വെയിറ്റ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചത്. അതേ രീതിയിൽ തന്നെയാണ് ബി ക്വസ്റ്റ്യനും സി ക്വസ്റ്റ്യനും സെക്കൻഡ് ഗ്രൂപ്പും തേർഡ് ഗ്രൂപ്പും നമ്മൾ കണ്ടെത്തിയത്. പുതിയതായി വന്ന കുട്ടിയുടെ വെയിറ്റ് നമ്മൾ കണ്ടെത്തിയത്. ഇനി നമുക്ക് സൈഡ് ക്വസ്റ്റ്യൻസും കുറച്ച് കാര്യങ്ങളും ചെയ്യാനുണ്ട്. അതായത് ഇത് മാറ്റോട്ടെ ടീച്ചർ, മനസ്സിലായില്ലോ അല്ലേ? ഇത് ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും എക്സസൈസ് ഒക്കെ ചെയ്തു കഴിഞ്ഞു, പക്ഷെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ട്. സൈഡ് ആക്ടിവിറ്റീസ് കുറച്ച് പഠിക്കാനുണ്ട്. പേജ് മറച്ചാൽ, പേജ് നമ്പർ 26 മറച്ചാൽ നമുക്കറിയാം. അതായത് തുടർച്ചയായിട്ടുള്ള സംഖ്യകൾ തന്നാൽ അതിന്റെ ആവറേജ് എങ്ങനെയാ കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ അതേ അതിലെ ലാസ്റ്റ് പേജ് എടുത്ത് നോക്കൂ. ലാസ്റ്റ് പേജിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പെട്ടിക്കകത്ത് എന്താ ചോദിച്ചിരിക്കണേ? ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. എന്താ? ഇൻ യുവർ ക്ലാസ് ആർ ദ ബോയ്സ് ഓർ ഗേൾസ് taller on average? Calculate the average height considering all kids in class. ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളുടെയും വെയിറ്റ് എടുത്തിട്ട് അതിന്റെ ആവറേജ് കണ്ടെത്തൂ. നമുക്ക് എളുപ്പല്ലേ? ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്, ഓരോ കുട്ടിയുടെയും വെയിറ്റ് അവ തമ്മിൽ മൊത്തം കൂട്ടിയിട്ട് കുട്ടികളുടെ എണ്ണത്തോട് ഹരിച്ചാൽ ഓരോരുത്തരുടെയും ആവറേജ്, ആ ക്ലാസ്സിലുള്ള ഓരോ കുട്ടിയുടെയും ആവറേജ് വെയിറ്റ് എത്രയാണെന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. അത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല. നമുക്കത് സ്കൂളിൽ ഉണ്ടെങ്കിൽ നമുക്ക് സ്കൂളിൽ വെച്ച് ചെയ്യാമായിരുന്നു. ഇതിപ്പോ ഓരോരുത്തരുടെയും വെയിറ്റ് നമ്മൾ തന്നെ അസ്യൂം ചെയ്തിട്ട് നമ്മൾ തന്നെ വിചാരിച്ചിട്ട് ചെയ്യേണ്ട സ്ഥിതിയാണ് ഇപ്പൊ വരുന്നത്. അതിന്റെ അടിയിലുള്ള ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? റൈറ്റ് എനി 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ. എന്താ ചോദ്യത്തിന്റെ അർത്ഥം പറയുന്നത്? തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകൾ എഴുതൂ. ഞാൻ എഴുതാൻ പോകണ്ട. 3, 4, 5, 6, 7 തുടർച്ചയായിട്ടുള്ള 5 എണ്ണൽ സംഖ്യകൾ എഴുതി എന്താ ചോദിച്ചിരിക്കണേ? ആൻഡ് ഫൈൻഡ് ദയർ സം. ഞാൻ സം കാണാൻ പോകും. സം ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നത് നമ്മൾ ചെയ്യാണ്. സം ഇസ് ഈക്വൽ ടു സം കണ്ടെത്തി എത്രയാ വരിക? 3 + 4 7, 7 + 5 എത്രയാ വരിക? 12, 12 + 6 18, 18 + 7 25 ആണ്. 25 തോന്നുന്നുണ്ടല്ലേ? ആഡ് ചെയ്യുമ്പോ അപ്പൊ സമ്മ കണ്ടു 25 ആണ്. Does the middle number have any relation with the sum? ഈ സമ്മ ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് അവയുടെ ആവറേജ് എന്ന് പറയുന്നത്, ഈ ആവറേജ് ഞാൻ കണ്ടെത്താൻ പോകും. ആവറേജ് ഇസ് ഈക്വൽ ടു എന്താണ്? സം ഓഫ് നമ്പേഴ്സ് ബൈ ടോട്ടൽ നമ്പർ ആണ്. സം ഓഫ് നമ്പേഴ്സ് എത്ര കിട്ടി? 25 ആണ്. സംഖ്യകളുടെ എണ്ണം എത്രയാണ്? 5 ആണ്. 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും?
5 5s are 25. ഇതാണ് അവര് റിലേഷൻ ചോദിച്ചേക്കുന്നത്. എന്ത്? നിങ്ങൾ കണ്ടെത്തിയ ശരാശരി അഥവാ ആവറേജ് തന്നിരിക്കുന്ന സംഖ്യയുടെ മിഡിൽ നമ്പറുമായിട്ട് ബന്ധമുണ്ടോ? മിഡിൽ നമ്പർ എന്ന് വെച്ചാൽ എന്താ? മധ്യത്തിലുള്ള സംഖ്യ, നടുവിലത്തെ സംഖ്യ. ഈ 3 4 5 6 7 ഇതിലെ നടുവിലത്തെ സംഖ്യ ഏതാ? 5 ആണ് വരുന്നത് അല്ലേ? ഈ 5ഉം ആവറേജുമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ടല്ലോ. സെയിമല്ലേ കിട്ടണം എനിക്ക് അല്ലേ? അതാണ് നമ്മൾ ബന്ധം പറയുന്നത്. സംഖ്യകളുടെ എണ്ണം തുടർച്ചയായ സംഖ്യകളാവണം. അതുപോലെ തന്നെ റിലേഷൻ പ്രത്യേകം ഓർത്തോളൂ, ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. സംഖ്യകളുടെ എണ്ണം ഓഡ് നമ്പർ ആവുക, ഒറ്റ സംഖ്യ ആവണം. അതോടൊപ്പം തുടർച്ചയായിട്ടുള്ള സംഖ്യകളാവുകയും വേണം. കോൺസിക്യൂട്ടീവ് നമ്പർ ആയാൽ മാത്രമേ ഈ സൂത്രപ്പണി നമുക്ക് നടക്കുള്ളൂ. എന്ത്? അവയുടെ ആവറേജ് എന്ന് പറയുന്നത് നടുവിലത്തെ സംഖ്യ ആയിരിക്കും. അതായത് ഇനിയിപ്പോ വേറെ നോക്കി നോക്കൂ, നമ്മളിത് ഇത് കണ്ടു. ഇനി നമ്മള് തുടർച്ചയായിട്ടുള്ള സംഖ്യ 10 11 12 13 14 15 16 17 തുടർച്ചയായിട്ടുള്ള സംഖ്യകളെ പാടുള്ളൂ. 3 3 3 6 7 8. അപ്പൊ 7 വേണ്ട നമുക്ക്. ഓഡ് നമ്പർ അല്ലേ കേട്ടോ. 8 വേണ്ട. ഈവൺ നമ്പർ ആകുമ്പോ എന്താ പറഞ്ഞുതരാം, റിലേഷൻ ഉണ്ടോ എന്നുള്ളത് പറഞ്ഞുതരാം. ആദ്യം ഓഡ് നമ്പർ ഒറ്റ സംഖ്യ 1 2 3 4 5 6 7. 7 ഓഡ് നമ്പർ അല്ലേ? ഓഡ് ആൻഡ് ഈവൺ അത് മനസ്സിലാക്കാൻ അറിയാലോ. ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ 2 4 6 8 10 അതൊക്കെ ഇരട്ട സംഖ്യകളാണ്. 3 5 7 9 അതൊക്കെ ഒറ്റ സംഖ്യകളാണ്. 1 3 5 7 9 ഒക്കെ കേട്ടോ. അപ്പൊ ഇവിടെ സംഖ്യകളുടെ എണ്ണം 7 ആണ്. അപ്പൊ ഓഡ് നമ്പർ ആണ്. സംഖ്യകൾ തുടർച്ചയായിട്ടുള്ള സംഖ്യകളുമാണ്, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സും ആണ്. നമുക്ക് നോക്കാം ഇതിൽ ശരിക്കും വരുന്നത് ഏതാ? നടുവിലത്തെ നമ്പർ ഇതാണ് വരുന്നത്. ഇത് ആവറേജ് കിട്ടണം. വൺ വേർഡ് ആയിട്ട് ചോദിക്കും. നിങ്ങൾ സ്റ്റെപ്പായിട്ട് എഴുതുന്നതിന് മുമ്പ് തുടർച്ചയായിട്ടുള്ള ഈ സംഖ്യകളുടെ ആവറേജ് എത്രയാണെന്നുള്ളത് ചോദിക്കും. നമ്മൾ ചെയ്ത് നോക്കാതെ തന്നെ ഈ സൂത്രപ്പണി നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം നോക്കേണ്ടത് എന്താ? തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകളാണോ, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണോ? അതെ. സംഖ്യകളുടെ എണ്ണം ഓഡ് നമ്പർ ആണോ? എണ്ണി നോക്കി. അതെ, 7 ഓഡ് നമ്പർ ആണ്. ഉറപ്പായിട്ടും നടുവിലത്തെ സംഖ്യ ആയിരിക്കും എന്ത്? ആവറേജ് ആയിട്ട് വരും. നമുക്ക് ചോദിച്ചു നോക്കി നോക്കാം. ആവറേജ് എന്ന് പറയുന്നത് അല്ല, സമ്മാനം സം ഈസ് ഈക്വൽ ടു എത്രയാ വരിക നോക്കൂ. 10 20 30 40 50 60 70 73 76 80 86 91 അല്ലേ? സമൂഹം 91 ഞാൻ തോന്നുന്നുണ്ട് അല്ലേ? അതെ. ഇനി എന്താണ്? ആവറേജ് ആണ് കാണാൻ പോകുന്നത്. ശരാശരി കാണാൻ എന്താണ്? സം ഓഫ് നമ്പേഴ്സ് ബൈ ടോട്ടൽ നമ്പർ. 91നെ 7 കൊണ്ട് ഹരിച്ചു നോക്കി, ഡിവൈഡ് ചെയ്തു. 177 എത്ര വരിക? 3 7s are 21. എത്ര കിട്ടി? നടുവിലത്തെ സംഖ്യ തന്നെ കിട്ടിയോ? അങ്ങനെ നമുക്ക് തുടർച്ചയായിട്ടുള്ള സംഖ്യകളാവുക, സംഖ്യകളുടെ എണ്ണം ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന റിലേഷൻ ശരിയാണ് എന്ന് പറയാം. എന്ത് റിലേഷൻ? ഇറ്റ്സ് മിഡിൽ നമ്പർ ഈസ് ഈക്വൽ ടു ദി ആവറേജ്. മധ്യത്തിലുള്ള സംഖ്യ ആയിരിക്കും അതിന്റെ ശരാശരിയായിട്ട് വരുന്നത്. അതാണ് റിലേഷൻ എഴുതാൻ പറയുന്നത്. സംഖ്യ എന്താണ് ബന്ധം? സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആവറേജ് എന്നാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് അപ്പൊ മധ്യത്തിലുള്ള സംഖ്യയുമായി എന്താണ് ബന്ധം? എന്താ ബന്ധം? ഇറ്റ്സ് മിഡിൽ നമ്പർ ഈസ് ഈക്വൽ ടു ദി ആവറേജ്. മധ്യത്തിലുള്ള സംഖ്യയും ശരാശരിയും തുല്യമായിരിക്കും. എങ്ങനെയാണെങ്കിൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകളാകണം, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആയിരിക്കണം, കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ ആയിരിക്കണം. ഒപ്പം പിന്നെന്താ ഒരു കണ്ടീഷൻ കൂടി പറഞ്ഞത്? സംഖ്യകളുടെ എണ്ണം ഒറ്റ സംഖ്യ ഓഡ് നമ്പർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ റിലേഷൻ നമുക്ക് പ്രാവർത്തികമാക്കാൻ, അല്ലെങ്കിൽ അത് ആണ് റിലേഷൻ ഉണ്ടാവൂ എന്ന് പറയാൻ സാധിക്കും. If we take 9 consecutive natural numbers, നിങ്ങൾ ഇതുപോലെ 9 ഇപ്പൊ 7 എണ്ണം എടുത്തുള്ളൂ, 9 എണ്ണം എടുത്തു നോക്കൂ. 9 ഓഡ് നമ്പർ അല്ലേ? 9 എണ്ണം എടുത്താലും ഈ റിലേഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഉറപ്പാണ്, അങ്ങനെ നടക്കും. Hold for any odd number of numbers if the number of numbers is even. അങ്ങനെയാണെങ്കിൽ, അതായത് സംഖ്യകളുടെ എണ്ണം ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് ഈ റിലേഷൻ
ഓക്കെ, സത്യമാണ്, ഇത് ശരിയാവുന്നു എന്ന് പറയാം. ഇപ്പൊ നമ്മള് 5 എണ്ണം എടുത്തിട്ട് ഉപയോഗിച്ചു, അതുപോലെ 7 എണ്ണം എടുത്ത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നു. ഇനി 9 എണ്ണം എടുത്ത് ഉപയോഗിച്ചാലും നമുക്ക് എന്ത് തന്നെ കിട്ടും? മധ്യത്തിലുള്ള സംഖ്യ ആയിരിക്കും അതിന്റെ ആവറേജ് ആയിട്ട് വരുന്നത് എന്ന് റിലേഷൻ പറയാനായിട്ട് സാധിക്കും. ഇനി ചോദിക്കുന്നത് നിങ്ങളോട്, സംഖ്യകളുടെ എണ്ണം ഈവൺ നമ്പർ ആണെങ്കിൽ 3, 4, 5, 6, ചെറിയ സംഖ്യകൾ എടുത്തു നോക്കൂ. സംഖ്യകള് തുടർച്ചയായിട്ടുള്ള സംഖ്യകൾ തന്നെയാണ്, ശരി. പക്ഷേ സംഖ്യകളുടെ എണ്ണം എത്രയാണ്? ഈവൺ നമ്പർ ആണ്. വരുന്നുണ്ടോ റിലേഷൻ എന്ന് നോക്കാൻ പോവാട്ട. തുക സമം 4 3 7, 7 5 12, 12 6 18 അല്ലേ വരുന്നേ? ഇനി ശരാശരി ആവറേജ് is equal to എന്താണ്? സം ഓഫ് നമ്പേഴ്സ് ബൈ ടോട്ടൽ നമ്പർ. 18നെ 4 കൊണ്ട് ഹരിച്ചു, അപ്പൊ എത്രയാ വരുന്നത്? 18 ഹരിക്കണം 4 എന്താ വരിക? 16 2. അതായത് എന്താ വരുന്നതെന്ന് അറിയോ? കറക്റ്റ് ആയിട്ട് നടുവിൽ ഒന്നാമത് 4 സംഖ്യകളുടെ എണ്ണം ഇരട്ട സംഖ്യ ആണെങ്കിൽ നടുവിലത്തെ സംഖ്യ എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് കിട്ടാൻ പറ്റില്ല. എങ്ങനെ നടുവിലത്തെ സംഖ്യ എടുക്കുക? ഇതെടുക്കാൻ പറ്റുമോ? ഇത് നടുവിലത്തെയാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇതെടുക്കാൻ പറ്റുമോ? അതും പറ്റില്ല. അപ്പൊ നടുവിലത്തെ സംഖ്യ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. അത് പ്രധാനം. നമുക്ക് മധ്യത്തിലുള്ള സംഖ്യ, മിഡിൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുമല്ല, ഡിവൈഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സംഖ്യ ഒന്നല്ല കിട്ടണം. അപ്പൊ എന്ത് പറയാം നമുക്ക്? സംഖ്യകളുടെ എണ്ണം ഈവൺ നമ്പർ ആണെങ്കിൽ ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഏത് റിലേഷൻ? മിഡിൽ നമ്പർ is equal to ആവറേജ് എന്ന് പറയുന്ന റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുള്ളത് പറയാനായിട്ട് സാധിക്കും. അപ്പൊ എന്താ ഇപ്പൊ റിലേഷൻ പ്രധാനമായിട്ട് പറഞ്ഞേ? കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് എങ്കിൽ the relation is average is equal to the middle number of the given sequence of numbers. തന്നിരിക്കുന്ന സംഖ്യാ ശ്രേണിയിലെ മധ്യത്തിലുള്ള നടുവിലുള്ള സംഖ്യ ആയിരിക്കും അതിന്റെ ആവറേജ് ആയിട്ട് വരുന്നത്. എങ്ങനെയാണെങ്കിൽ സംഖ്യകൾ തന്നിരിക്കുന്നത് തുടർച്ചയായിട്ടുള്ള സംഖ്യകളാവണം, ഒപ്പം സംഖ്യകളുടെ എണ്ണം ഓഡ് നമ്പറും ആണെങ്കിൽ മാത്രമേ ആ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയുള്ളൂ. അല്ല, ഇങ്ങനെ ഈവൺ നമ്പർ ആണ് തന്ന സംഖ്യകളുടെ എണ്ണം എങ്കിൽ അതിന്റെ ആവറേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നടുവിലത്തെ 2 സംഖ്യകൾ നടുവിലത്തെ ഒരുമിച്ചെടുക്കേണ്ടി വരും അല്ലെ? അല്ലാണ്ട് സംഖ്യകളുടെ എണ്ണം ഈവൺ നമ്പർ ആണ് എങ്കിൽ ഒരു സംഖ്യ മിഡിൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല. അപ്പൊ ഏകദേശം മിഡിൽ നമ്പർ ആയിട്ട് 2 നമ്പറുകൾ ഒരുമിച്ചെടുക്കണം. അവയുടെ തുകയുടെ പകുതി ആയിരിക്കും അതിന്റെ ആവറേജ് എന്ന് പറയുന്നത്. ഒന്നാമത് നമുക്ക് മിഡിൽ നമ്പറും ആവറേജും ആയിട്ടുള്ള റിലേഷൻ സംഖ്യകളുടെ എണ്ണം ഈവൺ നമ്പർ ആയിട്ട് പറയുമ്പോൾ സാധിക്കില്ല. പിന്നെ അതിന്റെ ആവറേജ് കണ്ടെത്തണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നടുവിലായിട്ട് വരുന്ന സംഖ്യകൾ തമ്മിൽ കൂട്ടി അതിന്റെ പകുതി, ഏതൊരു സംഖ്യയുടെയും പകുതി എങ്ങനെയാ കാണാം? 2 കൊണ്ട് ഹരിക്കുമ്പോഴാണ് പകുതി കിട്ടുക അല്ലെ? അപ്പൊ ആ സംഖ്യകളുടെ പകുതി ആയിരിക്കും എന്ത്? നമ്മളുടെ ആവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമുക്ക് ഇതില് റിലേഷൻ ആയിട്ട് പറയാനുള്ളത്. ഇനി അതിലൊന്നും കൂടെ ചോദിക്കണ്ട. അപ്പൊ ഇരട്ട സംഖ്യ ആയാൽ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞില്ലേ? സംഖ്യകളുടെ എണ്ണം ഇരട്ട സംഖ്യ ആണെങ്കിൽ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കാര്യത്തില് നമുക്ക് എങ്ങനെയാണ് ആവറേജ് കണ്ടെത്തുക? സംഖ്യകൾ, നടുവിലുള്ള സംഖ്യകൾ എന്ന് തന്നെ പറയണം. ഒരു സംഖ്യയായിട്ട് എടുക്കാൻ പറ്റില്ല. നടുവിലുള്ള സംഖ്യകളുടെ തുകയുടെ പകുതി ആയിരിക്കും എന്തായിരിക്കുക? ആ ശ്രേണിയുടെ അല്ലെങ്കിൽ ആ സീരീസിന്റെ ആവറേജ് എന്ന് പറയുന്നത്. അതിലൊന്നും കൂടെ ചോദിച്ചിട്ടുണ്ട്. എന്ത്? തുടർച്ചയായ എണ്ണൽ സംഖ്യകൾക്ക് പകരം തുടർച്ചയായ ഒറ്റ സംഖ്യകളോ ഇരട്ട സംഖ്യകളോ ആയാൽ എന്ത് സംഭവിക്കും? ഇപ്പൊ തുടർച്ചയായിട്ടുള്ള സംഖ്യകളാണ് നമ്മൾ എടുത്തത്. ഇനി ഒറ്റ സംഖ്യയോ ഇരട്ട സംഖ്യയോ ആണെങ്കിൽ എന്താ ചെയ്യാന്ന്? അതായത് ഇങ്ങനെ ഒരു തന്നു 3 5 7 9 11. സംഖ്യാശ്രേണിയിൽ തുടർച്ചയായിട്ടല്ല തന്നിരിക്കുന്നത്, ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകളാ തന്നിരിക്കുന്നത്. സംഖ്യകളുടെ എണ്ണം ഓഡ് നമ്പർ തന്നെയാണെന്ന് വിചാരിക്കും.
അങ്ങനെയാണെങ്കിൽ എന്താ ആവറേജ് വരുന്നതെന്ന് നോക്കാം. സം ഇസ് ഈക്വൽ ടു ഇവ തമ്മിൽ കൂട്ടിയാൽ എത്ര വരുന്നത് നോക്കൂ. 11 9 20 27 27 പ്ലസ് 3 30 30 പ്ലസ് 5 35 ആണ് കേട്ടോ സം വരണത്. ഇനി എങ്ങനെയാണ് ആവറേജ് ആണ് കണ്ടെത്തുന്നത്. ആവറേജ് ഇസ് ഈക്വൽ ടു സം ഓഫ് നമ്പേഴ്സ് ബൈ ടോട്ടൽ നമ്പർ. എത്ര സംഖ്യകളുണ്ട്? 5 സംഖ്യകളാണ് ഉള്ളത് കേട്ടോ. ടോട്ടൽ നമ്പർ 35നെ 5 കൊണ്ട് ഹരിച്ചാൽ 7. എത്രയാ കിട്ടണേ? നടുവിലത്തെ സംഖ്യ തന്നെ വരുന്നുണ്ട് അല്ലേ? അതായത് സംഖ്യകളുടെ എണ്ണം ഓഡ് നമ്പർ ആകാം. തുടർച്ചയായിട്ടുള്ള സംഖ്യകളോ അല്ലെങ്കിൽ ഓഡ് നമ്പറുകളോ എടുക്കുകയാണെങ്കിൽ നടുവിലത്തെ സംഖ്യ തന്നെയായിരിക്കും ആവറേജ് എന്നുള്ളത് വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിട്ടാ. നമുക്ക് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്നതാ. വൺ വേർഡ് ആയിട്ട് ചോദിക്കും, ചിലപ്പോ വലിയ മാർക്കിനായിട്ടൊക്കെ ചോദിക്കും. അപ്പൊ സംഖ്യകള് ഒറ്റ സംഖ്യ ആയിക്കോട്ടെ ഇരട്ട സംഖ്യ ആയിക്കോട്ടെ, സംഖ്യകളുടെ എണ്ണം ഓഡ് നമ്പർ ആണെങ്കിൽ നടുവിലത്തെ സംഖ്യ തന്നെയായിരിക്കും അതിന്റെ ആവറേജ്. ഇനി ഇത് ഈവൺ നമ്പറാ തന്നിരിക്കുന്നത് എങ്കിലോ സംഖ്യകളുടെ എണ്ണം ഓഡ് തന്നെ, അതായത് 2 4 6 8 10 സംഖ്യകളുടെ എണ്ണം ഓഡ് നമ്പർ തന്നെ. 5 അല്ലേ ഓഡ് നമ്പർ തന്നെയാണ്. നമുക്ക് നോക്കി നോക്കാം സം എങ്ങനെയാ വരുന്നേന്ന്. 10 8 18 20 26 30 അല്ലേ. സംഖ്യകളുടെ എണ്ണം 30 ആണ്. അപ്പൊ നമ്മുടെ ആവറേജ് എന്ന് പറയുന്നത് എങ്ങനെയാ കിട്ടുന്നത്? ആവറേജ് ഇസ് ഈക്വൽ ടു 30 ബൈ 5 അല്ലേ സംഖ്യകളുടെ എണ്ണം. 5 സമം 6. നടുവിലത്തെ സംഖ്യ തന്നെയല്ലേ എനിക്ക് കിട്ടിയത്. മനസ്സിലാവണ്ടാ പറയണത്. അപ്പൊ സംഖ്യകള് ഒറ്റ സംഖ്യയോ ഇരട്ട സംഖ്യയോ തന്നോട്ടെ, അത് തുടർച്ചയായിട്ടുള്ളതായിരിക്കും കേട്ടോ. അതായത് 2 കഴിഞ്ഞാൽ പിന്നെ 10 പിന്നെ 12 അങ്ങനെ തന്നാൽ നമുക്ക് നടുവിലത്തെ സംഖ്യ തന്നെ കിട്ടണമെന്നില്ല. നമുക്ക് തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകൾ തന്നാലും തുടർച്ചയായിട്ടുള്ള ഇരട്ട സംഖ്യകളോ തുടർച്ചയായിട്ടുള്ള ഒറ്റ സംഖ്യകളോ തന്നോട്ടെ, സംഖ്യകളുടെ എണ്ണം ഓഡ് നമ്പർ ആണെങ്കിൽ, അതായത് ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 3 5 7 9 11 അങ്ങനെയാണ് സംഖ്യകളുടെ എണ്ണം തന്നിരിക്കുന്നത് എങ്കിൽ അവയുടെ ആവറേജ് എന്ന് പറയുന്നത് നടുവിലത്തെ സംഖ്യയായിരിക്കും ആവറേജ്. മനസ്സിലായല്ലോ. ഇരട്ട സംഖ്യയാണ് സംഖ്യകളുടെ എണ്ണം എങ്കിൽ എങ്ങനെയാ പറഞ്ഞേ? നടുവിൽ വരുന്ന സംഖ്യകളുടെ തുകയുടെ പകുതി ആയിരിക്കും അതിന്റെ ആവറേജ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ റിലേഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അപ്പൊ അത് നന്നായിട്ട് മനസ്സിലാക്കണം. ഓഡ് നമ്പർ ആണെങ്കിലും ഈവൺ നമ്പർ ആണെങ്കിലും സംഖ്യകളുടെ എണ്ണം ഓടോ ഈവണോ ഒറ്റ സംഖ്യയോ ഇരട്ട സംഖ്യയോ ആണെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത് നടുവിലത്തെ സംഖ്യ തന്നെയായിരിക്കും ആവറേജ്. അത് തുടർച്ചയായിട്ടുള്ളതാവണം എന്നേ കണ്ടീഷൻ ഉള്ളൂ. ഓക്കെ, മനസ്സിലായിണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ലെസൺ ഏകദേശം വൈൻഡ് അപ്പ് ചെയ്തു. അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കി എടുക്കുക ലെസൺ. അന്നന്ന് എടുക്കുന്നതൊക്കെ എഴുതി പഠിക്കാൻ ശ്രമിക്കുക. ഗുണനപ്പട്ടിക ഒരു പ്രാവശ്യം എഴുതി പഠിക്കുക. Okay, thank you.